ഭഗവതേ വാസുദേവായ. നമ്മൾ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ ഇപ്പോൾ 7ാമത്തെ ദിവസത്തിലെ കഥാസാരങ്ങളെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11ാമത്തെ സ്കന്ധത്തിലെ ഉദ്ധവോപദേശം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉദ്ധവര് ഏകദേശം അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് പ്രത്യേകം നമ്മൾ 21 ചോദ്യങ്ങളാക്കിയിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ശ്രവിക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് മറ്റു ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഉദ്ധവര് ഭഗവാനോട് ഇപ്പോൾ 19 ചോദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ എല്ലാം സാധനകൾ എല്ലാം തന്നെ ഭ്രാന്തിയെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഭ്രാന്തിയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഉദ്ധവർക്ക് ബോധിക്കുവാൻ സാധിച്ചു. ഭ്രാന്തിക്ക് കാരണം അജ്ഞാനമാണ്. അജ്ഞാനം എന്ന് പറയുന്നത് ആത്മവിസ്മൃതി. ഭ്രാന്തിയെ മോചിപ്പിക്കുവാൻ ഉതകുന്നതാണ് സാധനകൾ. നമ്മൾ ഇപ്പോൾ വിചാരം ചെയ്ത് അവസാനിപ്പിച്ചത് ക്രിയായോഗ മാർഗത്തെക്കുറിച്ചായിരുന്നു, പൂജാവിധിയെക്കുറിച്ചായിരുന്നു. ജപം, അതുപോലെ പൂജ, യാഗം, ധ്യാനം മുതലായിരിക്കുന്ന സാധനകളെല്ലാം ഭ്രാന്തിയെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഉണർന്നു കഴിഞ്ഞ ഉദ്ധവര് വീണ്ടും 20ാമത്തെ ചോദ്യം എന്നുള്ള രീതിയിൽ രസകരമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഭ്രാന്തി കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ആത്മാവായിരിക്കുന്ന ഏകസത്യത്തിൽ അനേകമായിരിക്കുന്ന നാനാത്വഭ്രാന്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടും ഇതുവരെന്താ ചോദിക്കുന്നത്? ഈ ദൃഷ്ടമായ ശരീരവും ഏകമായ ആത്മാവും ഒഴിച്ച് മറ്റൊന്നും ഇല്ലാതിരിക്കുകയെ ആരാണ് ബന്ധദുഃഖ ജ്ഞാനങ്ങൾ അനുഭവിക്കുന്നത്? വളരെ യുക്തിയോടുകൂടിയ ഒരു ചോദ്യമാണ്. ഇവിടെ ഏകമായ ബ്രഹ്മം, ആത്മാവ് മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഉദ്ധവർക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. അപ്പോഴാണ് പ്രബലമായിരിക്കുന്ന ഒരു ആ സംശയം വീണ്ടും ജനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സുഖം, ദുഃഖം, അതുപോലെ കാണുക, കേൾക്കുക, പറയുക, ചെയ്യുക, അറിയുക എന്നൊക്കെ ഉള്ള ധർമ്മങ്ങൾ ആരെയാണ് ബാധിക്കുന്നത്? ഇത് ആരിലാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്യന്തം ജഡമയമായിരിക്കുന്ന ശരീരത്തിന് ബന്ധമോ ദുഃഖമോ ഉണ്ടാകുവാൻ വഴിയില്ല. പിന്നെ അത്യന്തം ചൈതന്യരൂപമായിരിക്കുന്ന ആത്മാവിനും ബന്ധദുഃഖങ്ങൾ ബാധകമാകുവാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ ഈ സുഖം, ദുഃഖം, ഇവിടെ നമുക്ക് വല്ലാത്ത ക്ലേശങ്ങളും സുഖങ്ങളും ഒക്കെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജീവന്മാർ, ആളുകൾ, വ്യക്തികൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിരിമുറുക്കങ്ങളും ശാന്തിയും അശാന്തിയും സ്വസ്ഥതയും അസ്വസ്ഥതയും ഒക്കെ അനുഭവിക്കുന്നതിന് ഒരാൾ വേണമല്ലോ. ഈ ആള് ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനെ ഭഗവാൻ ജീവന്റെ സ്വരൂപത്തെ ഉപന്യസിക്കുവാൻ പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് ജീവൻ എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി ഉദ്ധവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഗുണഭാവങ്ങളും കർമ്മങ്ങളുമാണ് ഈ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പൊ അതിനോടനുബന്ധിച്ച് വരുന്ന ധർമ്മം, അധർമ്മം, രാഗദ്വേഷങ്ങൾ മുതലായിരിക്കുന്നവയിലൂടെ അന്തർഭവിച്ച കർമ്മങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ് തുടങ്ങിയിരിക്കുന്ന ഈ ഉപാധിയിൽ, ഈ ഉപകരണത്തിൽ എന്താണ്? ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമാകുന്ന ശക്തിയോടും കൂടി
യാതൊരു ചൈതന്യം എല്ലാറ്റിൻ്റെയും കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും വഹിക്കുന്നുണ്ടോ ആ ചൈതന്യത്തെയാണ് സത്യത്തിൽ ജീവൻ എന്ന് പറയുന്നത്. ഞാൻ ഭാഗവത ധ്യാനം ജ്ഞാനബോധകമായ രീതിയിൽ സത്സംഗ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഞാൻ ഇതൊന്നും ഇല്ലാതെ നിഷ്ക്രിയനായിരിക്കുകയാണ്. വേറെ ഒരു ഞാൻ എനിക്ക് ശരിയെന്നും തോന്നുന്നതിൻ്റെ രീതിയിലുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ഓരോ ഞാനുകളും ഇതിൻ്റെയൊക്കെ കർത്തൃത്വവും ഭോക്തൃത്വവും ഞാൻ തന്നെയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവനെ തന്നെയാണ് വാസ്തവത്തില് സൂത്രാത്മാവെന്നും അതുപോലെ ഈ മഹത്തത്വമെന്നും ഒക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രസ്തുത ചൈതന്യം, ഇതും ചൈതന്യം തന്നെയാണ്. ജീവൻ എന്ന് പറയുന്നതും സത്യത്തിൽ ചൈതന്യം തന്നെയാണ്. ഈ ജീവചൈതന്യം കാലശക്തിക്ക് അധീനമായ ചൈതന്യമാണ് ഈ ജീവചൈതന്യം എന്ന് പറയുന്നത്. എന്നിട്ടോ നാനാകാല ദേശോപാധികളിലേക്ക് കാലശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവൻ തന്നെയാണ് വാസ്തവത്തില് എല്ലാതിൻ്റെയും ഭോക്താവ്. അതിനാൽ ബന്ധ, ദുഃഖം, അജ്ഞാനം തുടങ്ങിയിരിക്കുന്ന എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരാണ് ഇവിടെ ഭോക്താവായിരിക്കുന്ന ജീവൻ തന്നെയാണ്. അപ്പൊ ഈ ജീവൻ എങ്ങനെയാണ് ഉണ്ടായത്? ഈ ജീവത്വത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിക്കാൻ അങ്ങോട്ട് ആരംഭിച്ചാൽ എന്താണ് അത് അബദ്ധമാവാനാണ് സാധ്യത. കാരണം വാസ്തവത്തിൽ ഈ ജീവഭാവം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ജീവോ ബ്രഹ്മൈവ അപരാനാണ്. ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ബ്രഹ്മമാണെന്ന് അറിയാതിരിക്കുന്നത് കൊണ്ടാണല്ലോ ജീവനിൽ കർത്തൃത്വ ഭോക്തൃത്വ ചിന്തകളിലൂടെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇല്ലാത്ത ഒന്നിന്റെ കാരണത്തെ അന്വേഷിച്ചാൽ എങ്ങനെയാണ് കണ്ടുകിട്ടുക? എന്നാൽ അജ്ഞാനദശയിലുള്ളതുമാണ്. എന്നപ്പത് വാസ്തവത്തിൽ അന്വേഷിക്കുന്നതും അറിയാൻ ശ്രമിക്കുന്നതൊക്കെ അബദ്ധമാണെന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മള് അജ്ഞാനത്താൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ജീവിതയാത്ര തുടരുമ്പോഴെന്താണ് ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാണ്. ഈ ജീവനും ഞാൻ സ്വാമിയാരാണ്, നിങ്ങള് ഭക്തരാണ്, ശ്രോതാക്കളാണ്, ധർമ്മം ആചരിക്കുന്നവരാണ്, അധർമ്മം ആചരിക്കുന്നവരാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഈ അഹം, ദേഹാഭിമാനവും ദേഹബോധവും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അജ്ഞാനമാണ് അതിന് കാരണമെങ്കിലും അത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മനസ്സും പ്രാണനും ശരീരവും എന്നു വേണ്ട എല്ലാമായി നിൽക്കുന്നതും അജ്ഞാനസത്തയായിരിക്കുന്ന ഈ ജീവനാണെന്ന് പറയുന്നു. കാരണം ജീവോ ബ്രഹ്മൈവ, ജീവനെ നമുക്ക് ബ്രഹ്മമായിട്ട് ബോധിക്കുവാൻ കഴിയാത്തിടത്തോളം കാലം ജീവൻ അജ്ഞാനദശയിലൂടെ, അജ്ഞാന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതൊരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവൻ. അപ്പൊ അത്യന്ത തീവ്രമായ വൈരാഗ്യം കൊണ്ടും എന്താ ഈ പരമസത്യത്തെ, സുദൃഢവുമായ ജ്ഞാനത്തെ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതായ ജീവനും ജീവന്റെ സങ്കല്പങ്ങളാകുന്ന ജഗത്തും ലയിച്ച് ഉള്ളതായ സത്യം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ജഗത്തും ഈ നാനാത്വ ഭ്രമപ്പുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം മസ്തകത്തിലല്ലാതെ, ഗ്രന്ഥത്തിലല്ലാതെ അനുഭവിക്കണം. അതിനെയാണ് സത്യസാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നു. അപ്പൊ ഈ സത്യസാക്ഷാത്കാരം എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാരം അറിയും വരെയും അജ്ഞാനത്തിന്റെ കൽപ്പനകളായിരിക്കുന്ന ലോകവും ലോകത്തിലേതായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കർമ്മത്തിൽ വ്യക്തികൾ
ധർമ്മം ആചരിക്കുവാനും അവരെ അധർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ യമനിയമങ്ങളും എല്ലാം വ്യവസ്ഥ ചെയ്തു വെച്ച് സാധനങ്ങളും അതിനെയുള്ള ആചാരങ്ങളെല്ലാം വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുന്നത്. അജ്ഞാനദശയിലൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ അജ്ഞാനത്തിന്റെ കൂടുതൽ കൊണ്ട് ഇവിടെ അക്രമങ്ങളും അരാജകത്വവും അസംതൃപ്തിയും കൂടുതൽ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി അവരെ ഒരു നിയമത്തിന്റെ കീഴിൽ നിയന്ത്രിച്ച് നിർത്തി ശരിയിലൂടെ സഞ്ചരിപ്പിച്ച് അവരെ ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി മാതാവ്, വേദമാതാവ്, ഗുരുജനങ്ങൾ ഇങ്ങനെയുള്ള ആത്മീയ സാരത്തെയെല്ലാം എല്ലാവർക്കും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് തന്നെയാണ്. അപ്പോ ഏകവും അദ്വിതീയവുമായ ആത്മാവ് മാത്രമാണ്. അപ്പൊ സത്യത്തിൽ ഇവിടെ പലതായിട്ട് അറിയുന്നവയെല്ലാം അപ്പൊ നമ്മളിവിടെ നാനാത്വ ഭ്രാന്തിയിലാണ് നിലനിൽക്കുന്നതെന്ന് വരികയാണെങ്കിലും ഈ നാനാത്വ രൂപത്തിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ്? ഏകത്വമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന പരമാത്മ ചൈതന്യം മാത്രമാണ്. അതിപ്പോ ഏതുപോലെ എന്ന് വെച്ചാൽ ഈ സ്വർണം കടക കുണ്ടലാദി ആഭരണങ്ങളായിട്ട് കാണുന്ന പോലെയാണത്. ഈ സ്വർണം എന്താണ്? മോതിരയായിട്ടും മാലയായിട്ടും മൂക്കുത്തിയായിട്ടും കമ്മലായിട്ടും അങ്ങനെ എന്താ പറയുക വളയായിട്ടും അരഞ്ഞാണമായിട്ടും പാദസരമായിട്ടും അതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ ആയിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സത്യത്തിൽ എന്താണ്? സ്വർണം മാത്രമാണ്. ഏകമായിരിക്കുന്ന സ്വർണമാണ് അനേകമായിരിക്കുന്ന ആഭരണങ്ങളായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? മണ്ണ് കുടമായിട്ടും കലമായിട്ടും ഓടായിട്ടും മുർഡീഷായിട്ടും ഒക്കെ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ്? മണ്ണ് മാത്രമാണ്. അങ്ങനെ തന്നെയാണ് ആത്മാവ് തന്നെയാണ് ഇവിടെ പലതായിട്ടും നിലനിൽക്കുന്നത്. അപ്പൊ അത് തോന്നലാണ്, വാസ്തവത്തിൽ അതൊരു ഭ്രമമാണ്, ഇല്യൂഷൻ. യഥാർത്ഥത്തിലുള്ളതായ ആത്മാവിനെ നമ്മൾ ബോധിക്കാത്തിടത്തോളം കാലം ഈ നാനാത്വഭ്രാന്തി അത് അതിൻ്റെതായിരിക്കുന്ന കർമ്മം തുടരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ആത്മാവിൽ ആത്മാവല്ലാത്ത പലതിൻ്റെയും ഉൽപ്പത്തിയും നിലനിൽപ്പും ലയവും കർമ്മങ്ങളും അനുഭവങ്ങളും തോന്നപ്പെടുന്നു എന്നത് തന്നെയാണ് അജ്ഞാനത്തിനുള്ള തെളിവ്. യഥാർത്ഥത്തിൽ നിശ്ചലമായ സത്യചിത്ത് ആനന്ദ രൂപമായ ആത്മവസ്തുവിലെ ഈ പറയുന്ന ഭ്രമങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ഒരറിവുണ്ടല്ലോ, അതിനെ തന്നെയാണ് സത്യത്തിലെ അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ നാനാത്വഭ്രമം തുടരുന്നതും. അപ്പൊ ആത്മപ്രതീതിയാകുന്ന ജ്ഞാനം കൊണ്ട് അത് നശിക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിനും ദുരിതത്തിനൊക്കെ അറിവ് വരണമെങ്കിൽ സത്യത്തിൽ എന്താ വേണ്ടത്? ജ്ഞാനം ബോധിക്കുക തന്നെ ചെയ്യണം. അപ്പൊ സാധനങ്ങള് ജ്ഞാനം ബോധിക്കുവാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് സത്യത്തില് ശാസ്ത്ര സമ്മതിയുള്ളൂ. അപ്പൊ അങ്ങനെ ജ്ഞാനം ബോധിക്കുവാനുള്ള ഒരു പ്രചോദനമാകണം എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ആശ്രമത്തിൽ നിന്നും ത്രിപുരാശക്തി പൂജ, ജപം പോലെയുള്ള അറിവുകളെയും അതുപോലെ മറ്റ് വൈദിക ധർമ്മ സംസ്കാരത്തെയും തന്ത്രധർമ്മ സംസ്കാരത്തെയും ജ്ഞാനധർമ്മ സംസ്കാരത്തെയും എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സത്യത്തിൽ ഒരു ആത്മസംതൃപ്തിയാണ് ലഭിക്കുന്നത്. അപ്പൊ അജ്ഞാനത്തെ തരണം ചെയ്യുവാനുള്ള ഉപായങ്ങളായിട്ടാണ് നമ്മുടെ ആശ്രമത്തിലെ പദ്ധതികളെ ആവിഷ്കാരം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതായതിൻ്റെതായ തനതായൊരു പ്രത്യേകതയോടുകൂടി മുന്നോട്ട് പോകുന്നത്.
അപ്പൊ കർമ്മകാണ്ഡത്തിൽ ഭ്രമിക്കാതെ, ഇപ്പൊ ഇവിടെ കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ആശ്രമം ലക്ഷ്യമാക്കുന്ന കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഒന്ന് തന്നെ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്ന് വരികയാണെങ്കിൽ, കർമ്മകാണ്ഡത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പറയുന്ന ജ്ഞാനോപായങ്ങളായിരിക്കുന്ന ധർമ്മ സാധനകളെയാണ് കർമ്മകാണ്ഡം എന്നതിലൂടെ ആശ്രമം ഉദ്ദേശിക്കുന്നത്. അത് ഗൃഹസ്ഥാശ്രമത്തിലൂടെയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ താല്പര്യമുള്ളവരാണ് ആ സാധനകളെ ചെയ്ത് ജ്ഞാനകാണ്ഡത്തിലേക്ക്, ജ്ഞാനയോഗത്തിലേക്ക്, സന്യാസ മാർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ അതിനെ സഹായിക്കാൻ ഈ വർത്തമാനകാലത്തിൽ ജപസാധനയിലൂടെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജപസാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരമൊരു ഉപായത്തിന്, മാർഗത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പരമാർത്ഥമായ ആത്മഭാവം പ്രകാശിക്കുമ്പോൾ യാതൊന്നും ഇവിടെ പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യമാവുക തന്നെ ചെയ്യും. അതാണ് അറിയേണ്ടത്. സ്വപ്നദൃഷ്ടങ്ങളായ അനുഭവങ്ങൾ സ്വപ്നാവസ്ഥയിലുള്ളതാണെങ്കിലും ഉണരുന്നതോടുകൂടി എന്താണ്, സ്വപ്നാനുഭവം അയഥാർത്ഥമായിട്ട് തീർന്നിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ ഇല്ലാത്തവയായിരുന്നു എന്ന് ബോധിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജീവനും സംസാരവും കാലദേശങ്ങളുമൊക്കെ അജ്ഞാനാവസ്ഥയിൽ നമുക്കുള്ളതുപോലെ തോന്നുകയാണെങ്കിലും ജ്ഞാനാവസ്ഥയിൽ എല്ലാം ഇല്ലാത്തതായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ജാഗ്രത അവസ്ഥയിലും അതേ അറിവ് തന്നെ പല രൂപത്തിൽ ഇവിടെ കാണപ്പെടുന്നു എന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചം. സ്വപ്നം ഏത് പ്രകാരം സ്വപ്നത്തിലെ വാസ്തവമായിരിക്കുന്നുവോ എന്നതുപോലെ തന്നെയാണ്, അത്തരം ഒരു വാസ്തവികത തന്നെയാണ് ഈ ജാഗ്രതയിലെ നാമരൂപങ്ങളും അനുഭവങ്ങൾക്കും സത്യത്തിലുള്ളൂ. അപ്പൊ ഈ ജാഗ്രതയിൽ നിന്നും നിത്യജാഗ്രതത്തിലേക്ക്, തുരീയത്തിലേക്ക് നമുക്ക് ഉണരുവാൻ സാധിച്ചാൽ, ഉയരുവാൻ സാധിച്ചാൽ ഇവയെല്ലാം ഭ്രാന്തിജാലങ്ങൾ മാത്രമായിരുന്നു എന്ന് ബോധ്യമാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു തീക്കൊള്ളി നമ്മളെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ മിന്നിച്ചാൽ, ഇങ്ങനെ കറക്കിയാൽ എന്ത് തോന്നും? അതൊരു വൃത്താകാരമായ തീചക്രമായിട്ട് തോന്നും. അതുപോലെ ഒരേ വിജ്ഞാനം തന്നെയാണ് ഇവിടെ പലതായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഒരേ വിജ്ഞാനം തന്നെ പലതായിട്ട് കാണുന്നതിനെയാണ് സംസാരം. അതുകൊണ്ടാണ് സംസാരത്തെ സംസാര ചക്രം ഇറങ്ങുന്നത് എന്നുള്ള രീതിയിൽ ഈ ജനനമരണ പ്രവാഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്, സംസാര ചക്രം എന്നുള്ള രീതിയിൽ. അപ്പൊ സത്വാദി ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ഒരേ അറിവ് തന്നെ 3 രൂപത്തിലായി. അതാണ് അവസ്ഥാത്രയം. അപ്പൊ അവസ്ഥാത്രയത്തിലും അതേ അറിവ് തന്നെയാണ് പലതായിട്ട് പ്രകാശിക്കുന്നു എന്നതാണ് സ്ഥൂല സൂക്ഷ്മകാരണ സ്വരൂപമായ ഈ പ്രപഞ്ചം. ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ നിന്നും അന്യമായി മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇതാണ് ആത്മജ്ഞാനത്തിന്റെ സാമാന്യ സ്വരൂപം. ഇത്തരത്തിലുള്ളൊരു ആത്മജ്ഞാനത്തെ വിചാരം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ജപസാധനകൾ പോലെയുള്ള ആചാരധർമ്മങ്ങളെ പ്രത്യേകിച്ച് ഗുരുവര്യന്മാര് ഉപദേശിച്ച് പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പരമാർത്ഥം നമ്മൾ മറക്കുവാൻ പാടുകയില്ല. എല്ലാ വേദങ്ങളെ കൊണ്ടും ശാസ്ത്രങ്ങളെ കൊണ്ടും ഒരു മനുഷ്യൻ അറിയേണ്ട തത്വം ഇത് തന്നെയാണ്. യോഗം കൊണ്ടും അതുപോലെ സാഖ്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും ജപം കൊണ്ടും എല്ലാം കൊണ്ടും ഒരാൾക്ക് സാധിക്കുവാനുള്ളത് എന്താണ്? ഈ തത്വത്തിന്റെ അനുഭൂതി മാത്രമാണ്. പലപ്പോഴും പ്രതിബന്ധങ്ങളെ കൊണ്ട് സാധനയ്ക്ക് തടസ്സം നേരിടാം. എന്നാൽ പ്രതിവിധികളെ കൊണ്ട് അതാത് പ്രതിബന്ധങ്ങളെ ജയിച്ച് സാധകൻ അനുഭൂതിയിൽ മുഴുകുന്നത് വരെ നിരന്തരം പ്രയത്നിക്കുക തന്നെ ചെയ്യണം. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ഉപായങ്ങളായിട്ടാണ് ഹോമങ്ങളോ പൂജകളോ അതുപോലെയുള്ള വിചാരമാർഗങ്ങളും. ധ്യാനം എന്ന് പറഞ്ഞാലൊക്കെ ഒരു വിചാര പദ്ധതി തന്നെയാണ്. ധ്യാനം ഒന്നുകൂടി ഏകാഗ്രമായിരിക്കുന്ന ചിന്തയാണ് എന്ന് മാത്രം. അപ്പൊ ആ ഏകാഗ്രമായ ചിന്ത സമാധിയിലേക്ക് നയിക്കുമ്പോൾ അത് യോഗ സാധനയായി. ഇങ്ങനെയൊക്കെ ഓരോന്നിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്.
അപ്പൊ ഇതൊക്കെ അറിയുന്നത് സത്യത്തിൽ ഇവിടെ അജ്ഞാനം കൊണ്ടുള്ള മതിഭ്രമമാണ് ഈ പ്രപഞ്ച പ്രതിഭാസത്തിന് കാരണം എന്നുള്ള ഒരവബോധമുണ്ടായി. ഈ അജ്ഞാനത്തിൽ നിന്ന് മോചിക്കുവാൻ എനിക്ക് ജ്ഞാനത്തിലേക്ക് ഉണരുകയല്ലാതെ മറ്റുപായങ്ങളില്ല എന്ന് ബോധിക്കണം. അങ്ങനെ ജ്ഞാനത്തിലേക്ക് ഉണരുവാനുള്ള സാധനകളും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യങ്ങളും വ്യവഹാര കാര്യങ്ങളും ലോകകാര്യങ്ങളും ആചരിക്കണം. അങ്ങനെ ആചരിക്കപ്പോഴാണ് ഇവിടെ സദാചാരത്തോടു കൂടിയിരിക്കുന്ന ഒരു സംസ്കാരം പുഷ്ടി പ്രാപിച്ച് നിലനിൽക്കുവാൻ ഇടയായിട്ട് തീരുക. അപ്പോ ആചരിക്കാൻ വിഷമമേറിയ ഈ യോഗമാർഗത്തെ എങ്ങനെ പ്രവർത്തിച്ച് ഫലപ്പെടുത്താൻ കഴിയുമെന്ന് അറിയുന്നില്ല. അകത്തും പുറത്തുമുള്ള എല്ലാ വസ്തുക്കളും ശരീരവും ശരീരത്തിലുള്ള എല്ലാ ഗരണങ്ങളും ലോകത്തിലുള്ള എല്ലാ ജീവികളും ഒരുപോലെ ഈ യോഗ സാധനയ്ക്ക് പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളുമാണ്. ഇങ്ങനെ പറഞ്ഞൊരു ആത്മജ്ഞാനം നമുക്ക് ബോധിക്കുവാൻ ഇവിടെ നിലവിലുള്ള എല്ലാ സംഭവങ്ങളും തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ അസംഖ്യം പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ വെച്ച് എത്രയോ കുറഞ്ഞ അനുഷ്ഠാനങ്ങളെ കൊണ്ട് എങ്ങനെ പ്രായോഗികമായി തീരുമെന്ന് അറിയുവാൻ തന്നെ പ്രയാസമാണ്. ഉദ്ധവര് പറയാണ് ഭഗവാനോട്, ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് ഇങ്ങനെ അജ്ഞാനകൽപിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്നും മോചിക്കുവാനുള്ള ഏകോപായം. ഇതുകൊണ്ട് ഭഗവാനെ സമദൃക്കാകുവാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ സമദൃക്കാകുവാനുള്ള ചോദ്യമാണ് കാരണം വിഷമദൃക്ക്. നാനാത്വത്തിന്റെ ദർശനത്തെയാണ് വിഷമദൃക്ക് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ നാനാത്വഭ്രാന്തിയിലൂടെ പോകുന്ന എനിക്ക് എങ്ങനെ സമദൃക്കായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിലൂടെയാണ് സത്യത്തിൽ ഉദ്ധവോപദേശത്തിന്റെ ആരംഭം തന്നെ. അപ്പൊ അതേ ചോദ്യത്തിൽ തന്നെയാണ് ഈ ഉദ്ധവരുടെ സംശയത്തിന്റെ അവസാനവും നിൽക്കുന്നത്. അപ്പൊ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, എല്ലാത്തിനെയും കുറിച്ച് ഏറെക്കുറെ എനിക്ക് അറിവുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ സംസാരത്തിൽ സമദൃക്കായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുക? അപ്പൊ ഭഗവാൻ വീണ്ടും പറയുകയാണ്, ഹേ ഉദ്ധവ, എല്ലാം എന്നിൽ അർപ്പിച്ചു. ഭഗവാൻ എന്നിൽ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്? ആ എന്നെ എന്നുള്ളത് അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാൻ എന്നുള്ള അഹംബോധത്തിലെത്തും. ഇരിക്കട്ടെ, ഞാനിപ്പോ സ്ത്രീ ശൂദ്രന്മാരെ പോലെ ഉള്ളവർക്കും ജ്ഞാനം ബോധിക്കുവാനുള്ള ഉപായമായിട്ടാണ് ഭാഗവത പുരാണം രചിക്കപ്പെട്ടിരിക്കുന്നത്. അനുശ്രുതിയിലെയും അതുപോലെയുള്ള ഗുരുപദേശങ്ങളിലെയും സാരം എല്ലാവർക്കും ബോധിക്കുവാൻ പറ്റുന്നതല്ല. അപ്പൊ എല്ലാവർക്കും ബോധിക്കുവാൻ പറ്റിയ രീതിയിലാണ് ഭാഗവതത്തിന്റെ രചനാ സ്വഭാവം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പ്രത്യേകിച്ച് പറയാണ്, എല്ലാം എന്നിൽ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരനിൽ അർപ്പിക്കുക. ഗുരു ഉപദേശിക്കുന്ന തത്വത്തിൽ അർപ്പിച്ച, ഗുരു ഉപദേശിക്കുന്ന ഉപദേശ സാരത്തിൽ, ഉപദേശ രഹസ്യത്തിൽ സമർപ്പിക്കുക, അർപ്പണിക്കുക. പിന്നെ എന്നെ തന്നെ സമ്പൂർണമായിട്ട് ശരണം പ്രാപിച്ചു. അതായത് ഗുരുവിലും ഗുരു പറയുന്ന വാക്യത്തിലും ആ ഗുരു പറയുന്ന തത്വത്തിലും സമ്പൂർണമായിട്ട് ശ്രദ്ധ വെച്ച് എന്ത് ചെയ്യണം? ഈശ്വരെങ്കിൽ, ഗുരുവിങ്കിൽ, തത്വത്തിൽ നിഷ്കളങ്കമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കണം. സാധന അനുഷ്ഠിച്ച് ആചാരധർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പുണ്യ പ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കണം, പുണ്യാത്മാക്കളോട് സമ്പർക്കം ചെയ്യണം. എന്നിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന അധ്യാത്മയോഗ സാധനകളെ നീ അഭ്യസിക്കുക തന്നെ ചെയ്യണം. കാണുന്ന ഏതൊരു ജീവിയെയും സാക്ഷാൽ ഈശ്വരനായി കണ്ടുകൊണ്ട് വീണ് നമസ്കരിക്കണം. എല്ലാം ബ്രഹ്മമയമായി തന്നെ കാണണം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹന്ത മമതകളുടെ മനസ്സിൽ അങ്കുരിക്കുവാൻ ഒരിക്കലും ഇടകൊടുക്കരുത്. ഇതാണ് അധ്യാത്മയോഗത്തിന്റെ മർമ്മം. ഇങ്ങനെ വൈദികവും അധ്യാത്മവുമായ തത്വസംഹിതയുടെ രഹസ്യത്തെ മുഴുവൻ ഉദ്ധവ ഞാനിപ്പോൾ അങ്ങേക്ക് ഉപദേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ചോദിച്ച ഓരോ ചോദ്യത്തെയും വേണ്ട പോലെ നിരൂപിച്ച് പ്രത്യേകം പറഞ്ഞു തരികയും ചെയ്തു. ജിജ്ഞാസുവായ ഒരു സുഹൃത്തിക്ക് ഈ തത്വസംഹിതയെ വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്ന പുണ്യ ആത്മാവിന് എന്താ
ഞാൻ എന്നെ തന്നെ കൊടുക്കും, ഈശ്വരനെ തന്നെ കൊടുക്കും എന്ന് വെച്ചാൽ പുണ്യാത്മാവ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനാവബോധത്തിൽ പ്രതിഷ്ഠ നേടും എന്നാണ്. അവിടെ അങ്ങതിനെ വീണ്ടും വേണ്ടതുപോലെ ഗ്രഹിച്ചുവോ എന്ന് ഭഗവാൻ വീണ്ടും ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, അങ്ങേക്ക് ആദ്യമുണ്ടായിരുന്ന മമതാഭ്രാന്തി വിട്ടു നീങ്ങിയോ? പിന്നെ വീണ്ടും പറയാണ്, ഹേ ഉദ്ധവ, ദാംഭികര്, നാസ്തികര്, ശഠന്മാര്, ശ്രദ്ധയും ഭക്തിയുമില്ലാത്ത ആളുകളോട് ഈ തത്വസംഹിതയെ പറയുവാൻ പാടുകയില്ല. കാരണം അവർ ഇതിലെ ധർമ്മത്തെ ചോദ്യം ചെയ്യുന്നവരും സംശയം പുലർത്തുന്നവരുമാണ്. അങ്ങനെയുള്ളവരോട് ഇത്തരം ധർമ്മസാരം പറയുവാൻ പാടുകയില്ല. ഇനി ഈ വക യാതൊരു ദോഷങ്ങളുമില്ലാത്ത സുഹൃത്തുക്കളെ അവരെ അറിവില്ലാതെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല എന്ന് വരികയാണെങ്കിലും അങ്ങനെയുള്ളവർ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഈ ഉപദേശം നൽകുക തന്നെ ചെയ്യണം. ഈ തത്വസംഹിതയെ മുഴുവൻ ഗ്രഹിച്ച ഒരാൾക്ക് കൂടുതലായൊന്നും പിന്നീട് ഇവിടെ ബോധിക്കുവാനായിട്ടില്ല. അത്രമാത്രം ഒരാൾക്ക് അറിയുവാനുള്ള എല്ലാ തത്വങ്ങളും ഞാൻ ഈ ഉദ്ധവോപദേശത്തില് അങ്ങേക്ക് ഉപദേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പുണ്യാശ്രമമായ നാരായണാശ്രമത്തിൽ ചെന്ന് ഈ തത്വസംഹിതയെ വേണ്ടതുപോലെ മനനം ചെയ്ത് നിധിധ്യാസം കൊണ്ട് സാക്ഷാത്കരിച്ച് ചരിതാർത്ഥനാകണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉദ്ധവരെ വീണ്ടും വീണ്ടും ആശീർവാദം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ തത്വോപദേശത്തിന്റെ ഉപസംഹാരത്തെ കേട്ട ഉദ്ധവൻ അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് വേർപെട്ടു പോകണമല്ലോ എന്ന വ്യസനഭാരത്തോടുകൂടി പറയുകയാണ്, കരുണാമയനായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ കാരുണ്യപൂർണമായ അനുഗ്രഹം ഒന്നുകൊണ്ട് അടിയന്റെ അജ്ഞാനാന്ധകാരം കേവലം അകന്നു എന്നു തന്നെ പറയട്ടെ. നിത്യവത്സലനായ അവിടുന്ന് നഷ്ടപ്പെട്ട വിജ്ഞാന ദീപത്തെ എനിക്ക് വീണ്ടെടുത്ത് തന്നു. അടിയന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. അവിടുത്തെ എല്ലാ കൽപ്പനകളെയും അക്ഷരം പ്രതി ഞാൻ നിറവേറ്റിക്കൊള്ളാം, അനുസരിച്ചുകൊള്ളാം, ആചരിച്ചുകൊള്ളാം. മഹായോഗയോഗേശ്വരനായ ഭഗവാനെ, എവിടെ പോയാലും എന്തനുഭവിച്ചാലും അവിടുത്തെ തൃപാദ പത്മങ്ങളിലെ നിഷ്കളങ്ക പ്രേമസ്വരൂപമായിരിക്കുന്ന ഭക്തി ഉണ്ടാകുവാൻ അവിടുത്തെ ഈ ഭക്തദാസനെ അനുഗ്രഹിക്കണം എന്നറിയിച്ച ആവേശഭരിതനായിട്ട് വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് 2 കൈകളും ശിരസിൽ അഞ്ജലീബദ്ധമാകും വണ്ണം കൂപ്പിത്തൊഴുതും ധാരധാരയായൊഴുകുന്ന കണ്ണുനീരോടും പൊട്ടിത്തെറിച്ച് ശരീരത്തോടും കൂടി ഭഗവാന്റെ തിരുമുഖത്തേക്കു തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് പിന്നോക്കം നടന്ന് മറയുകയും ചെയ്യും. ഇപ്രകാരം ആരാണോ പണ്ട് പാൽ സമുദ്രത്തെ മതിച്ച് ആത്മജ്ഞാനമാകുന്ന ഈ ദിവ്യാമൃതത്തെ ഉദ്ധവാനാകുന്ന ഉപാധിയിൽ കൂടി അജ്ഞാന തപ്തമായിരിക്കുന്ന ഈ ജഗത്തിനെ തന്ന് അനുഗ്രഹിച്ചത്, അങ്ങനെയുള്ള പരമാത്മാവായ കൃഷ്ണസ്വരൂപിയും പരമാചാര്യനുമായ ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്നിങ്ങനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷി എന്താണ് ഈ പ്രകരണത്തെ ഉപസംഹരിക്കുകയാണ്. ഉദ്ധവോപദേശം എന്ന് പറയുന്ന പ്രകരണം ഇപ്പോൾ ഇവിടെ പരിപൂർണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ 11ാമത്തെ സ്കന്ധത്തില് എന്താണ് യാദവ വംശത്തിന്റെ സംഹാരത്തെക്കുറിച്ചുള്ള ഭാഗമെല്ലാമാണ് നമുക്ക് ചിന്തിക്കുവാനും അറിയുവാനുമായിട്ടുള്ളത്. ഈ ഉദ്ധവോപദേശം എന്ന് പറയുന്ന ജ്ഞാനാമൃതത്തെ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ആത്മജ്ഞാനം അവബോധത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അതിലേക്കുള്ള ഉപായങ്ങളായിട്ടാണ് ചതുരിക സാധനങ്ങളായ ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പറയുന്ന ധർമ്മസാധനകളെ ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരീരമാദ്യം ഖൽ ധർമ്മസാധന എന്ന് പറഞ്ഞാൽ ധർമ്മം സാധിക്കുവാനുള്ള സാധന ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പറയുന്നതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ജപത്തിൻ്റെയും പൂജയുടെയും അതുപോലെ യാഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ശരിയായിരിക്കുന്ന വിവരം അറിയിപ്പിച്ചുകൊണ്ട് അത് ആചരിച്ചുകൊണ്ടും നമുക്ക് ഈ ധന്യമായിരിക്കുന്ന ജീവിതത്തെ പരിപൂർണമാക്കുവാൻ പ്രയത്നം ചെയ്യാം. ഭഗവത ധ്യാനത്തിൽ
ഇനിയും നമുക്ക് ഈ 11ാമത്തെ സ്കന്ധത്തിലെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് വിചാരം ചെയ്യുവാനുള്ളത്. ആയതിനായിട്ട് നമുക്ക് ആരംഭിക്കാം.